നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് NSMCയുടെ തൃശ്ശൂർ റീജിയണിലെ എക്സാമിനേഷൻ വെന്യൂലാണ് ഞങ്ങളുള്ളത്. തൃശ്ശൂർ റീജിയണിലെ 6th ക്ലാസ്സിലെ ടോപ്പർ ആയിട്ടുള്ള മുഹമ്മദ് ഇഷാൻ ഷെയ്ഖാണ് എൻ്റെ കൂടെ ഉള്ളത്. മുഹമ്മദ് ഇഷാനാണ് 6ാം ക്ലാസ്സിലെ NSMCയിലെ 124 പോയിന്റാണ് മാർക്കാണ് ഇഷാൻ നേടിയിട്ടുള്ളത്. നല്ല ലീഡിങ് സ്കോർ തന്നെയാണ്. സെക്കൻഡ് പൊസിഷൻ നോക്കുന്ന സമയത്ത് നല്ലൊരു ലീഡിങ് തന്നെയാണ് ഫസ്റ്റിൽ ഇഷാൻ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇഷാൻ്റെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ജേണി, നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻറ്റിലൂടെയാണ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വന്നതാണ്. ഹലോ ഇഷാൻ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം നല്ല ഒരു രസമുണ്ടായിരുന്നു. ഓക്കെ, എക്സാം കുറച്ച് ഈസി ആയിരുന്നു, പക്ഷെ മാത്സ് ആയിരുന്നു കുറച്ച് ടഫ് ആയിട്ട് തോന്നി. ടൈമിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി? ടൈമിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി? ഒരു 10 minutes മുമ്പൊക്കെ എക്സാം ചെയ്യാൻ പറ്റി. ഓക്കെ, 10 minutes മുമ്പ് തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നാണ് ഇഷാൻ പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ ശീലിച്ചത്? നമ്മുടെ എക്സാം വൈ ഫൗണ്ടേഷൻ ക്ലാസ്സിലെ എക്സാംസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ടൈം മാനേജ്മെന്റ് ശീലിക്കാൻ വേണ്ടി എക്സാംസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ടൈം മാനേജ്മെന്റ് ഇതായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി എല്ലാ വീക്കുകളിലും ശനിയാഴ്ചകളിലൊക്കെ ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ടേം എക്സാംസും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇഷാനോട് എന്താണ് എക്സാം വൈയിലെ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് ചോദിച്ചപ്പോൾ ഇഷാൻ ലീഡർ ബോർഡിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ലീഡർ ബോർഡിൽ എപ്പോഴും ഫസ്റ്റിൽ വരാൻ നോക്കാറുണ്ടോ? വരാൻ നോക്കാറുണ്ട്. കുറച്ച് ദിവസം മുമ്പ് നോക്കിയപ്പോ 7th ആയിരുന്നു. ഇപ്പൊ ആ ഒരു സിസ്റ്റം എനിക്ക് ഇഷ്ടമായി. സംടൈംസ് -5 മാർക്ക് അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പിൽ ഒരു ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചറാണ് ആക്ച്വലി നമ്മുടെ കുട്ടികൾക്ക് ഓരോ എക്സാം കണ്ടക്ട് ചെയ്യും. എക്സാമിൽ കുട്ടികൾക്ക് കിട്ടുന്ന സ്കോറിന്റെ ബേസിൽ ഒരു ലീഡർ ബോർഡ് സെറ്റ് ചെയ്യും. ഇഷാനൊക്കെ ലീഡർ ബോർഡിൽ ഫസ്റ്റ് എത്താൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നത്തിലാണല്ലേ? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ബുക്കുകളൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആവാറുണ്ട്? വർക്ക് ബുക്കുകൾ നല്ല എഫക്റ്റീവ് ആണ്. സം എക്സാംസിന് അവമേന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്മേലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഹൈ ലെവൽ തിങ്കിങ് ആയിട്ടാണ് വരുന്നത്. പിന്നെ 3 ലെവൽസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ലെവൽ 1 ഈസി, ലെവൽ 2 മീഡിയം, ലെവൽ 3 ഹാർഡ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള SOF ഒളിമ്പ്യാഡുകളൊക്കെ ഇഷാന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എഴുതാറുള്ള ഒരാളാണ്. SOFനൊക്കെ യൂസ്ഫുൾ ആകാറുണ്ടോ? യൂസ്ഫുൾ ആകാറുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള NTSC, SOF ഒളിമ്പ്യാഡുകൾ, ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്, NSCJS, ഇതിന്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് വർക്ക് ബുക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇഷാന്റെ ഒരു ഫ്യൂച്ചർ അംബീഷൻ എന്താണ്? ഫ്യൂച്ചർ അംബീഷൻ ഫിക്സ് ചെയ്തിട്ടില്ല. ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനത്തെ ഡോക്ടറോ എഞ്ചിനീയറോ എന്നുള്ളൊരു എയിമിലാണുള്ളത്. അതുകൊണ്ട് ഫിക്സ് ആവുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ എന്തായാലും ഫിക്സ് ആക്കാൻ കഴിയട്ടെ. നമ്മളെ എക്സാം വൈയിലുള്ള കുട്ടികൾക്ക് ചെറിയ പ്രായമല്ല. ഇപ്പോൾ 6ാം ക്ലാസ്സിലെ ഇഷാൻ എത്തിയിട്ടുള്ളൂ. 6ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ ഇത്ര വലുതായിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ഓൾറെഡി NSMC പോലുള്ള എക്സാമുകളിൽ, കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സ്റ്റേജ് 1 ഇപ്പോൾ ക്ലിയർ ചെയ്തു. തൃശ്ശൂർ റീജിയനിലെ ഫസ്റ്റ് ഹോൾഡറാണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് കോഴിക്കോട് വെച്ച് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇഷാന്. ഇതുപോലെ തന്നെ വിവിധ എക്സാമുകളിൽ ഇഷാൻ എക്സൽ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ എന്ത് ഹെൽപ്പിനും എക്സാം ലേണിംഗ് ടീം കട്ടക്കുണ്ട്. നമ്മളെ മെൻറ്റർ ആരായിരുന്നു? ഹംന മാം ആണ് മെൻറ്റർ. നമ്മുടെ മെൻറ്റേഴ്സ് എല്ലാവരും എന്ത് സപ്പോർട്ടിനും കൂടെ ഉണ്ടാവും. നമ്മുടെ ഫാക്കൽറ്റീസ് ഉണ്ടാവും. എന്ത് ആവശ്യങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്.